നിങ്ങളാണ് ഇവിടുത്തെ മാനേജർ? അതെ സാർ. ഇവിടെ എത്ര ജോലിക്കാരുണ്ട്? 15 പേരുണ്ട്. രാവിലെ ആയതുകൊണ്ട് എല്ലാവരും എത്തുന്നേ ഉള്ളൂ. എല്ലാവരും വിളിക്കും. ശരി സാർ. ഒരു ചുവന്ന ഹാർഡ് ബോഡി ബലൂൺ ടയറുള്ള ജിപ്സി ഇവിടെ വെച്ചോ മറ്റെവിടെയെങ്കിലും വെച്ചോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സാർ, അങ്ങനെ ഒരു വണ്ടി ഞാൻ കണ്ടിട്ടുണ്ട്. I'll be there in no time. ആ പയ്യനെ മറ്റാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അനുവദിക്കരുത്. ഓക്കെ? വെർസി അതുകൊണ്ട് സാർ. ഇവിടെ വെച്ചാണോ ആ പയ്യനെ വണ്ടി കണ്ടത്? അല്ല സാർ. പിന്നെ കുമരകത്ത് വെച്ച്. ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ കുമരകത്തുള്ള ഒരു പെട്രോൾ ബങ്കിലായിരുന്നു സാർ. ആ വണ്ടി അവിടെ പലതവണ വാട്ടർ സർവീസിന് വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് എത്ര നാളായി? 1 വർഷമായി. ആ വണ്ടി ഇപ്പോഴും ഓർത്തിരിക്കാനുള്ള കാരണം എന്താ? അതിന്റെ ടയർ ഇത് ഇത്രയും വീതി ഉണ്ടായിരുന്നു സാർ. വണ്ടിയുടെ നമ്പർ ഓർമ്മയുണ്ടോ? ഇല്ല സാർ. ആ വണ്ടി ഓടിച്ചിരുന്ന ആളെ കണ്ടാ തിരിച്ചറിയോ? കഴിഞ്ഞ ആഴ്ചയും കൂടെ അയാൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്താ സാർ? നീ ആ വണ്ടിയുടെ മഡ് ഫ്ലാപ്പ് ഒന്ന് മാറ്റി വണ്ടി അകത്തേക്ക്. ശരി സാർ, വാ അകത്തേക്ക്. എങ്ങോട്ടാ? ആ വണ്ടിയുടെ മഡ് ഫ്ലാപ്പ് മാറ്റാൻ. ജോണി ചേട്ടാ, കഴിഞ്ഞ ആഴ്ച ഒരു സ്വിഫ്റ്റിന്റെ മഡ് ഫ്ലാപ്പ് വാങ്ങാൻ ഒരാൾ ഇവിടെ വന്നില്ലേ? അയാളെ പറ്റിയാ സാർ ചോദിക്കുന്നു. ഞാനിപ്പോൾ ഓർക്കുന്നു, കഴിഞ്ഞ തിങ്കളാഴ്ചയാണെന്ന് തോന്നുന്നു സാർ. വണ്ടി നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇല്ല സാർ, ഞാൻ പുറത്തേക്ക് പോയില്ല. അയാൾ അകത്ത് വന്ന് മഡ്പ്ലാപ്പ് വാങ്ങി അത് ഉടൻ തന്നെ മാറ്റിയിട്ട് പോവുകയും ചെയ്തു. അത് മാറ്റി ഇട്ടു കൊടുത്തതാരാ? രതീഷിനെ വിളിക്കണം സാർ. ഞാൻ വിളിക്കാം. രതീഷേ, ഓ ഒന്നു വന്നേ. അന്ന് ആ സ്വിഫ്റ്റ് കാറിൽ വന്ന ആൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായിട്ട് നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഉദാഹരണത്തിന് ഒരു മുടന്തോ അങ്ങനെ എന്തെങ്കിലും? ഒരു കേസിന് വേണ്ടിയാണ്. ഞങ്ങൾക്ക് അയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയേ പറ്റൂ. ഞങ്ങളെ ഹലോ അമ്മേ. ഞാൻ ജോണച്ചനെ വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് നീ ട്രീറ്റ്മെന്റിന്റെ ഇടയ്ക്ക് പോയെന്ന്. മോനെ, അതിന് ഫലം കിട്ടണമെങ്കിൽ അമ്മേ നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാനൊരല്പം തിരക്കിലാണ്. ഞാൻ വിളിക്കാം. സാറേ, അയാളൊരു ഇടങ്കൈയാണ് സാറേ. അന്ന് പേഴ്സിൽ നിന്ന് പണം എടുത്തുന്നത് ഇടതുകൈ കൊണ്ടാ. സാർ, എനിക്കൊരു സംശയമുണ്ട്. അയാളൊരു പോലീസുകാരനാണോ എന്ന്. അങ്ങനെ തോന്നാൻ എന്താ കാര്യം? പണ്ട് കുമരകത്തുള്ള സർവീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ 1-2 തവണ ആ വണ്ടിയിൽ കേരള പോലീസ് എഴുതിയ ചില ഫയലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതെ, എന്താ? എടാ രതീഷേ, സാറ് നിന്നെ അന്വേഷിച്ചു. അതെന്തിനാ? കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു സ്വിഫ്റ്റിന്റെ മഡ് ഫ്ലാപ്പ് നീ മാറ്റി കൊടുത്തില്ലേ? അത് ആരാണെന്ന് അറിയാനാ. അയാള് പോലീസുകാരനൊന്നും അല്ല. പിന്നെ അയാള് ഡോക്ടറാ സാറേ. അയാൾ ഡോക്ടറാണെന്ന് എങ്ങനെ മനസ്സിലായി? അത് നിനക്ക് അയാളെ അറിയോ? ഇല്ല സാർ. പിന്നെ അയാൾ ഡോക്ടറാണ് എന്നെങ്ങനെ മനസ്സിലായി? അത് ഞാനൊന്ന് കണ്ടത്. എങ്ങോട്ടാ? ആ വണ്ടിയുടെ മഡ് ഫ്ലാപ്പ് മാറ്റാൻ. അയാളൊരു ഇടങ്കൈയാണ് സാറേ. എനിക്കൊരു സംശയമുണ്ട്. അയാളൊരു പോലീസുകാരനാണോ എന്ന്. അയാള് ഡോക്ടറാ സാറേ. ആ വണ്ടിയിൽ കേരള പോലീസ് എഴുതിയ ചില ഫയലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്.